നമസ്കാരം. എവർക്കും ഡെയിലി ന്യൂസ് അനലിസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഒന്നാമത്തെ ആർട്ടിക്കിൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 29 ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് ആണ് COP എന്ന് പറഞ്ഞാൽ ബേസിക്കലി. സോ അതിന്റെ 29 എഡിഷൻ ഈ വർഷം നവംബറിൽ നടക്കാൻ പോവുകയാണ്. അസർബൈജാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സോ അതിന്റെ റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് COP 29 എന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ആ ഒരു ടോപ്പിക്കിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിൾ ചേഞ്ചസ് ടു ബി മെയ്ഡ് ഇൻ യുവർ ഹെൽത്ത് സെക്ടർ. ആക്ച്വലി അത് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ആ ഒരു ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ അല്ല, ബേസിക്കലി ആ ഒരു ആർട്ടിക്കിളിനകത്ത് ഉദ്ദേശിക്കുന്ന മെയിൻ തീമാണ് ഞാൻ അവിടെ ടോപ്പിക്കായിട്ട് എഴുതിയിരിക്കുന്നത്. സോ ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മെയിൻസ് ഓറിയന്റഡ് ടോപ്പിക് ആയിരിക്കും ആ ഒരു രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടു ആൻ എക്സ്റ്റെന്റ് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാൻ പറ്റും. കാരണം ഇന്ത്യയുടെ ആയിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ്സ് ആണ് നമ്മൾ ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് ഒക്കെ നിങ്ങൾ വാർത്തയിൽ കണ്ട് നോക്കുമ്പോഴേക്കും അതിനകത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ആർട്ടിക്കിൾസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമിന് ആവശ്യമായിട്ടുള്ളത്. ഏതർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇന്ത്യ അത് ബാധിക്കുന്ന തരത്തിലുള്ള നമുക്ക് ഈ പറഞ്ഞ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഇന്ത്യ അത് അഫക്ട് ചെയ്യുന്ന എഗ്രിമെന്റ്സ് ആണ് നമുക്ക് കൂടുതലായിട്ടും എക്സാംസിന് ആവശ്യമായിട്ടുള്ളത്. സോ ഇവിടെ ഇന്ത്യ ഉൾക്കൊള്ളുന്ന ഒരു എഗ്രിമെന്റ് ആണ്. യൂറോപ്പ് കൺട്രീസ് ആണ് അതിനകത്ത് മെയിൻലി വരുന്നത്. അതുകൊണ്ടാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ അറിയപ്പെടുന്നത്. സോ അത് എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഓറിയന്റായിട്ട് പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഈ 3 ടോപ്പിക്കിൽ നിന്നും ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു പ്രിലിംസ് ബേസ്ഡ് MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും ഈ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. സോ എനിവേ തുടക്കത്തിൽ ഒന്നുകൂടെ പറയുകയാണ്, ഇപ്പം ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ കൂടെ നമ്മൾ പേപ്പർ നോക്കി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിന് നമ്പേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പത്രങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാനായിട്ടില്ല, വളരെ കുറച്ച് ആർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു എക്സ്ട്രാ ടൈം തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്ജക്ട്സ് പഠിക്കാനായിട്ട് ആ ഒരു എക്സ്ട്രാ ടൈം നിങ്ങൾ കണ്ടെത്തണം. കൂടുതൽ സമയം ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, കൂടുതൽ സമയം പത്രം വായിക്കാനായിട്ട് ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അത് ആവശ്യമായിട്ട് വരത്തില്ല. വളരെ കുറച്ച് ആർട്ടിക്കിൾസ് ഇതിനകത്തുള്ളൂ. സോ ഫസ്റ്റ് വൺ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്ലൈമറ്റ് കോൺഫറൻസ് ഇൻ നവംബർ ടു എംഫസൈസ് പീസ് ആൻഡ് ട്രൂസ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന വരാൻ പോകുന്ന ഒരു ക്ലൈമറ്റ് കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. COP 29 കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഈ വരുന്ന നവംബറിലാണ് ഇത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അസർബൈജാനിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ എനിവേ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പോൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന COP 29 നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് ഇതിന്റെ തൊട്ട് മുമ്പത്തെ COP മീറ്റിംഗ്സ് ആവശ്യമുണ്ടായത്. കഴിഞ്ഞ വർഷം നവംബർ ആ മാസങ്ങളിൽ നടന്ന COP 28. ഓക്കെ, COP 28 ആണ് കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ടായിരുന്നത്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 28 ആണ്. അത് UAE-യിലായിരുന്നു വെച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദുബായി ആണ് അതിന്റെ UAE അല്ലെങ്കിൽ പറഞ്ഞ ദുബായി ആണ് അതിന്റെ കോർഡിനേഷൻ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ COP 28 നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആ COP 28 ബേസിക് കാര്യങ്ങൾ വെച്ച് പറഞ്ഞു തരാം. സോ ഇൻ കേസ് നമ്മൾ ഈ ഒരു COP 29 വരുന്ന സമയമുണ്ടല്ലോ, നവംബർ ടൈമിൽ തീർച്ചയായിട്ടും ആ ഒരു ടൈമിൽ നമ്മൾ പത്രത്തിൽ തീർച്ചയായിട്ടും കാണും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. സോ രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു കോൺഫറൻസ് നടക്കുന്ന അസർബൈജാനിലെന്ന് പറഞ്ഞു. സോ അസർബൈജാന്റെ ബേസിക്കലി മാപ്പ് നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അസർബൈജാനൊക്കെ ഈ വർഷം ഒരുപാട് വാർത്തയിൽ ഉണ്ടായിരുന്ന കാരണം പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതി കൂടിയാണ്. സോ മാപ്പ് റിലേറ്റഡ് ആയിട്ട് അസർബൈജാൻ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. അതിനുശേഷം ഈ പറഞ്ഞ പോലെ COP 28 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് COP 28 എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ COP 29 വരുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയത്തില്ല. ബട്ട് മെയിൻ ആയിട്ടുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഈ COP 28, കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്, ഇവിടെ നിന്നുള്ള അടുത്ത കണ്ടിന്യൂഷൻ ആണ് COP 29 വരുന്നത്. അപ്പോൾ ഏറെക്കുറെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് ഈ ഒരു COP 29 ബന്ധപ്പെട്ടാണ്. ബാക്കു അസർബൈജാനിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. 2024 നവംബറിലാണ് ഇത് കണ്ടക്ട് ചെയ്യപ്പെടുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ നമ്മൾ മെയിൻലി ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന അസർബൈജാന്റെ മാപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അസർബൈജാൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആദ്യമേ തന്നെ അസർബൈജാന്റെ ബൗണ്ടറിംഗ് നേഷൻസ് നോക്കിയേക്കാം. ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ നോർത്തിൽ റഷ്യയും ജോർജിയയുമാണ്. നോർത്തും വെസ്റ്റ് ആയിട്ടാണ് ജോർജിയ, നോർത്തായിട്ട് റഷ്യ വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ടർക്കിയായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ദെൻ അർമേനിയ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇറാൻ. ഓക്കെ, ഇത്രയും രാജ്യങ്ങളുമായിട്ടാണ് ബേസിക്കലി നമ്മുടെ അസർബൈജാന് ഒരു അതിർത്തി പങ്കിടുന്ന ഉള്ള കാര്യം ഓർക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ടർക്കിയുമായിട്ടൊരു സ്മോൾ ബൗണ്ടറി, വളരെ ചെറിയൊരു നേരത്തെ ഒരു ബൗണ്ടറി മാത്രമേ അസർബൈജാനുമായിട്ട് ടർക്കിക്കുള്ളൂ. മെയിൻലി പറയുവാണെങ്കിൽ ജോർജിയ, റഷ്യ, അർമേനിയ ആൻഡ് ഇറാനുമായിട്ടാണ് അസർബൈജാന് കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. പിന്നെ ഒരു വശം കംപ്ലീറ്റ് ആയിട്ട് ഏതാണ്, കാസ്പിയൻ സി ആണ്. കാസ്പിയൻ സി റിലേറ്റഡ് ആയിട്ട് PYQ ചോദിച്ചിട്ടുള്ളതാണ്. കാസ്പിയൻ സി ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിലേത്തെ ഒരു രാജ്യമാണ് ഏത്, അസർബൈജാൻ. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പ്രദേശം ഇവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നഗോർണോ കരാബാഗ് ആണ് ഇത്. എനിക്കൊന്ന് ഈ പറഞ്ഞ PYQ ആയിട്ട് ഉണ്ടായിരുന്നതാണ്. നഗോർണോ കരാബാഗ് റീസെന്റ് സീൻ ഇൻ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. UPSC പലപ്പോഴും ഇങ്ങനെ റീസെന്റ് സീൻ ഇൻ ന്യൂസ്, അതായത് എന്തെങ്കിലും കാരണത്താൽ ഈ പറഞ്ഞ വാർത്തയിലുള്ള സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ ചോദിക്കാറുള്ളതാണ്. ഇവയെ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരിക്കും. 3-4 രാജ്യങ്ങൾ തന്നിട്ട് അതിന്റെ റൈറ്റ് സ്ഥലങ്ങൾ തന്നിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ കറസ്പോണ്ടിങ് കൺട്രി എന്നിട്ട് ഇതിനകത്ത് എത്രയൊക്കെയാണ് കറക്റ്റ്ലി മാച്ച് അല്ലെങ്കിൽ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ട് എത്ര പേയേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് ഇത്തരത്തിൽ വാർത്ത നിലനിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് മൂലം ആ
ഒരു ഏരിയയിലുള്ള സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി നെഗ്രേവ് ഡെസേർട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ റഫ ബോർഡറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകുന്നത് വളരെ നല്ലതാണ്. ഇവിടെ ഈ നഗോർണോ കറാബാഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ് ബിറ്റ്വീൻ അർമീനിയ ആൻഡ് അസർബൈജാൻ. പറയുമ്പോൾ അത് അസർബൈജാന്റെ അകത്താണ് വരുന്നെങ്കിൽ കൂടിയും ആ ഒരു ഏരിയ കൂടുതലും ഇൻഹാബിറ്റ് ചെയ്തിരിക്കുന്ന അർമീനിയൻസ് ആണ് ഇൻഹാബിറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ പ്രദേശം വളരെ ഡിസ്പ്യൂട്ടഡ് ആണ് ബിറ്റ്വീൻ അർമേനിയ ആൻഡ് അസർബൈജാൻ എന്നുള്ള കാര്യം ഓർക്കാം. ഇനി അടുത്ത് നമ്മൾ COP28ന്റെ കീ ഔട്ട്കംസ് പോവാണ്. കാരണം നിങ്ങൾ COP29 നടന്നു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ മാതൃകയിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഔട്ട്കംസ് ഏതെന്ന് അറിഞ്ഞിരിക്കുക. സോ നമ്മൾ COP28ന്റെ പ്രധാനപ്പെട്ട ഔട്ട്കംസ് നോക്കാം. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ പോകുന്ന മെയിൻസിനും ആവശ്യമായിട്ട് മാറിയാം. കാരണം ഒരു ടൈം കഴിഞ്ഞിട്ടേ ഉള്ളൂ COP29 കണ്ടക്ട് ചെയ്യപ്പെടുള്ളൂ. സോ ഇതൊക്കെ കാര്യം നമുക്ക് അപ്കമിംഗ് മെയിൻസിനും ആവശ്യമാണ്. സോ COP28ന്റെ പ്രധാനപ്പെട്ട ഔട്ട്കംസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു COP28ൽ ഡിസ്കസ് ചെയ്യപ്പെട്ട പോയിന്റ്സ് ഫോസിൽ ഫ്യൂവലിന്റെ ഫേസ് ഔട്ട് ആണ്. കാരണം ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ഒക്കെ നടക്കുന്ന സമയങ്ങളിലായിരുന്നു പ്രധാനമായിട്ടും ലോകത്തിന്റെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് മാറ്റത്തിന് പ്രധാന കാരണം ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ് ആണെന്നുള്ള രീതിയിലേക്ക് ഡേറ്റാസ് ഒക്കെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ തടയാൻ പാകത്തിലേക്കുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് ഫോസിൽ ഫ്യൂവലിന്റെ ഫേസ് ഔട്ട്, അതായത് കോള് അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ പറഞ്ഞ പോലെ ഫോസിൽ ഫ്യൂലുകളുടെ ഫേസ് ഔട്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ രണ്ടാമതായിട്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്ലിംഗ് ഓഫ് റിന്യൂവബിൾ എനർജി. ഇവിടെ ഈ ഫോസിൽ ഫ്യൂൽ ഫേസ് ഔട്ടിന്റെ കാര്യം പറയുമ്പോൾ കോളിന്റെ ഒക്കെ ഫേസ് ഔട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ടൈം ലൈൻ നൽകിയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് പറയേണ്ടത്. ഇന്ന വർഷം കൊണ്ട് എല്ലാവരും ഫോസിൽ ഫ്യൂവൽ നിർത്തലാക്കിയിരിക്കണം, അതിനുശേഷം ഈ പറഞ്ഞ റിന്യൂവബിൾ എനർജി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഒരു ടൈം ലൈൻ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മേ ബി പ്രിലിംസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തെറ്റിച്ച് തരാം. ബൈ 2040 എവറി കൺട്രി ഷുഡ് അഡോപ്റ്റ് റിന്യൂവബിൾ എനർജി ആൻഡ് ഷുഡ് കംപ്ലീറ്റ്ലി ഫേസ് ഔട്ട് ഫോസിൽ ഫ്യൂൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാസ് ടേക്കൺ എ ഡിസിഷൻ ഇൻ COP28 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാം. അങ്ങനെ ഒരു ഫൈനൽ ഡിസിഷൻ ഞാൻ തന്നിട്ടില്ല, എല്ലാവരും ഫേസ് ഔട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ട്രിപ്പിളിംഗ് ഓഫ് റിന്യൂവബിൾ എനർജിയുടെ കപ്പാസിറ്റി എല്ലാവരും ട്രിപ്പിൾ ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഈ പറഞ്ഞ പോലെ COP28 അഗ്രിമെന്റ് കോൾസ് upon countries to contribute to tripling of global installed capacity of renewable energy and doubling of annual improvements in energy efficiencyയുടെ കാര്യത്തിൽ. അപ്പോൾ റിന്യൂവബിൾ എനർജിയുടെ പ്രൊഡക്ഷൻ മാത്രമല്ല കൂട്ടേണ്ടതെന്ന് പറഞ്ഞത്, എനർജി എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരണമെന്ന് രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മീഥെയിൻ എമിഷൻ കട്ട്സിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് മീഥെയിൻ എല്ലാ രാജ്യങ്ങളും എമിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണ്. മീഥെയിൻ ഇസ് എ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടിയാണ്. അത് മാത്രമല്ല, മീഥെയിന്റെ ഗ്രീൻ ഹൗസ് ഗ്യാസ് പൊട്ടൻഷ്യൽ, അതിന്റെ എത്രമാത്രം ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കാം ചോദിച്ചു കഴിഞ്ഞാൽ CO2 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 80 ടൈംസ് ആണ്, CO2 80 ടൈംസ് മോർ പൊട്ടന്റ് ആണ് മീഥെയിൻ ഗ്യാസ് എന്നുള്ള കാര്യം ഓർക്കുക, ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ മീഥെയിൻ എമിഷൻ റിഡക്ഷൻസ് ക്യാൻ ദെയർഫോർ ബ്രിങ് സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ്സ്. അപ്പം ആ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ മീഥെയിന്റെ റിഡക്ഷൻ നമുക്ക് വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ വാർമിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയേക്കാം. ദെൻ പക്ഷേ ഇതിനോട് ഇന്ത്യ യോജിച്ചില്ല. കാരണം ഈ മീഥെയിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട എമിഷൻ നടക്കുന്നത് നമ്മുടെ അഗ്രികൾച്ചർ, കാർഷിക മേഖലയിൽ നിന്നാണ്. ഈ കാർഷിക മേഖലയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം. ഒരു മേജർ സോഴ്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെയൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം ഇന്ത്യയിൽ അഗ്രികൾച്ചർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിനെ ബാധിക്കുന്ന രീതിയിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. സോ അത് താൽക്കാലികമായിട്ട് ഇന്ത്യക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു മീഥെയിൻ കട്ട് എമിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത്ര നമുക്ക് അത്രയും ഈ പറഞ്ഞ പോലെ ഇതായിരുന്നില്ല, നമുക്ക് താല്പര്യമുള്ള മേഖലയായിരുന്നില്ല അത്. സോ ദെൻ അടുത്ത ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് COP28 ബന്ധപ്പെട്ട് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ഈ ലോകത്തെമ്പാടുണ്ട്, എസ്പെഷ്യലി ഐലൻഡ് നേഷൻസ്. അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു സഹായ ഫണ്ട് ആയിരുന്നു ഇത് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. പക്ഷേ ഒരു ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ COP28 ഈ സാധനം അത്ര ശ്രദ്ധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ COP28 ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം COP19 വെച്ചിട്ടാണ് ഇത് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. COP19 ഓക്കെ, COP19 ആണ്. COP19 വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. വാഴ്സോയിൽ വെച്ചിട്ടാണ്, പോളണ്ട് വാഴ്സോ, ഓക്കെ വാഴ്സോയിൽ വെച്ചിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് വാഴ്സോ മെക്കാനിസം എന്നറിയപ്പെടുന്നു ഈ ഒരു ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്ന് അറിയപ്പെടാറുണ്ട്. അത് ഓർത്തേക്കണം. അന്ന് ആണ് ഇതിന്റെ ചർച്ചകൾ ആദ്യമായിട്ട് തുടങ്ങുന്നത്. പക്ഷേ COP28 വരെ വന്നു ഈ പറഞ്ഞ പോലെ ഏകദേശം 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം നോക്കാം. ഡിസ്കഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് COP19 എസ്റ്റാബ്ലിഷ് മീൻസ് അതിന്റെ ഫണ്ടും കാര്യങ്ങളിലേക്ക് കൊടുത്ത് അതിന് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ ഒരു COP28 ഏകദേശം ഇപ്പോൾ $800 മില്യൺ ഫണ്ട് അതിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് അതൊരു വലിയൊരു എമൗണ്ട് അല്ല. കാരണം ഇത് ലോകമെമ്പാടും ഉള്ള ഇത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് ദുരിതം അനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട്. അത് ഒരു $800 മില്യൺ എന്ന് പറയുമ്പോഴേക്ക് ആ രീതിയിൽ നോക്കുവാണെങ്കിൽ അത് വളരെ സ്മോളർ ആയിട്ടുള്ള ചെറിയൊരു എമൗണ്ട് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ദെൻ
അത്രയാണ് മെയിനായിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ അസർബൈജാന്റെ മാപ്പ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. അവിടെ നമ്മൾ കാസ്പിയൻ സീ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നഗർമോ ഒരു ഡിസ്പ്യൂട്ടഡ് ഏരിയ, അർമേനിയുമായിട്ട് ഡിസ്പ്യൂട്ടഡ് ഏരിയ നമ്മൾ കണ്ടു. ദെൻ ഈ പറഞ്ഞ പോലെ അസർബൈജാന്റെ മറ്റ് ബോർഡറിംഗ് നേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ COP28ന്റെ പ്രധാനപ്പെട്ട മീൻസ് സജഷൻസിലേക്ക് നമ്മൾ പോയി. അവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട ഔട്ട്കംസിലേക്ക് നമ്മൾ പോയി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഫണ്ട് ആസ് സച്ച് ഈ പറഞ്ഞ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ വർഷമാണ്. ബട്ട് അതിന്റെ ഡിസ്കഷൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത COP19 വാർസോയിൽ വെച്ചിട്ടാണെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കുക. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ മെയിൻലി എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ രണ്ടാമത്തെ ആർട്ടിക്കിളാണ് ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണിത്. സോ ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഹെൽത്ത് റെഗുലേഷൻസ് നീഡ് എ ബേസ് ടു ടോപ്പ് അപ്രോച്ച് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഹെൽത്ത് റെഗുലേഷൻ നീഡ് ബേസ് ടു ടോപ്പ് അപ്രോച്ച്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മെയിൻലി നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിലെ ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ, അത് ഏത് രാജ്യത്താണെങ്കിലും ഹെൽത്ത് സെക്ടറിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഹെൽത്ത് സെക്ടർ ക്യാൻ ബി ക്ലാസിഫൈ ഇൻടു പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. അതായത് ഈ പറഞ്ഞ പ്രൈവറ്റ് എന്ന് പറയുമ്പോഴേക്കും ഹെൽത്ത് കെയർ മേഖലയിൽ ആശുപത്രികളൊക്കെ റൺ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പബ്ലിക് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. നമ്മൾ നോർമലി വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എസ്പെഷ്യലി ഇപ്പം ഇന്ത്യയുടെ ആംഗിളിൽ നോക്കുവാണെങ്കിൽ നമ്മൾ വിചാരിക്കാം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ മാത്രമാണ്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും പോകുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാണ് എന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ അത് ബേസിക്കലി അത് റോങ് ആണ്. ബിക്കോസ് ഈ ഒരു ആർട്ടിക്കിൾ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 70% ആൾക്കാരും അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന എവിടെയാണ്? പ്രൈവറ്റ് ഹെൽത്ത് കെയർ മേഖലയാണ്. പ്രൈവറ്റ് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോഴേക്കും എഗെയിൻ അവയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് ടെർഷറി കെയർ ടെർഷറി കെയർ എന്ന് പറയുമ്പോഴേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി പോലുള്ള ഹോസ്പിറ്റൽസ്. പിന്നെ പ്രൈമറി അല്ല സെക്കൻഡറി കെയർ ഉണ്ട്. സെക്കൻഡറി നമ്മുടെ എന്താ പറയുക, ഒരു നോർമൽ ഈ പറഞ്ഞ അത്യാവശ്യം ആളുകളെ കിടത്തി ചികിത്സിക്കാൻ പാകത്തിലുള്ള ആശുപത്രി എന്നൊക്കെ പറയുമല്ലേ. എന്നാൽ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, എന്നാൽ അത്യാവശ്യം ഒരു ചെറിയ പനി അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ആളുകളെ കിടത്തി ചികിത്സിക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള തരം ഹോസ്പിറ്റൽ, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ്. ഇനി മൂന്നാമതാണ് പ്രൈമറി കെയർ. പ്രൈമറി കെയർ ബേസിക്കലി പറഞ്ഞ പോലെ ഒരു സിംഗിൾ ഡോക്ടർ ക്ലിനിക് ഒക്കെ ആയിരിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളുടെ അടുത്ത് ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ക്ലിനിക്കുമായിട്ട് ഇരിക്കുന്ന ആ ഒരു രീതി. സോ ഇത് തന്നെയാണ് നമുക്ക് ഗവൺമെന്റ് മേഖലയിലും ക്ലാസ് ചെയ്യാൻ പറ്റുന്ന ടെർഷറി കെയർ. നമ്മുടെ ഈ പറഞ്ഞ ജില്ലയിലെ നമ്മുടെ മെഡിക്കൽ കോളേജസ് ഒക്കെ ഉൾപ്പെടുന്ന ടെർഷറി കെയർ. ദെൻ ഈ പറഞ്ഞ പോലെ സെക്കൻഡറി കെയർ വരുന്നത് ബ്ലോക്ക് ലെവലിലുള്ള ആശുപത്രികളും കാര്യങ്ങളും. പിന്നെ പ്രൈമറി കെയർ നമ്മുടെ വീടുകളിലൊക്കെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. ഇങ്ങനെയാണ് ഹോസ്പിറ്റൽ മേഖലയെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്, 70% ഓഫ് ഇന്ത്യൻസ്, നമ്മളിൽ 70% ആൾക്കാരും ആശ്രയിക്കുന്നത് ആരെ തന്നെയാണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെയാണ്. അപ്പോൾ ഇവിടെ എന്തോ ചെറിയ ഈ പറഞ്ഞ പോലെ പോരായ്മകളുണ്ട്. അതുകൊണ്ടിട്ടാണ് അത് ഒരു കാരണമാകാം, ചിലയിടങ്ങളിൽ വേറെ കാരണമാകും. ഉദാഹരണത്തിന് പറഞ്ഞാൽ ചില ഏരിയാസിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ അവൈലബിലിറ്റി പ്രശ്നമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ തൊട്ടടുത്ത് ഈ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് ഹെൽത്ത് കെയർ ആണ്, പ്രൈവറ്റ് ഒരു ക്ലിനിക്കാണുള്ളെങ്കിൽ ഓട്ടോമാറ്റിക് അങ്ങോട്ടേക്ക് ആൾക്കാർ പോകുള്ളൂ. അപ്പോൾ അവൈലബിലിറ്റി ഒരു പ്രശ്നമുണ്ട്. ഇനി ചില ഹോസ്പിറ്റൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കാം, പക്ഷേ അവിടെ പ്രോപ്പർ ട്രീറ്റ്മെന്റിനുള്ള സൗകര്യം ഉണ്ടായിരിക്കത്തില്ല. ഈ പറഞ്ഞ പോലെ മരുന്നുകളുടെ അളവുണ്ടായിരിക്കും, മരുന്നുകൾ ചിലപ്പോൾ കിട്ടാനുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഫെസിലിറ്റി കിട്ടാനില്ല, അല്ലെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ പോരായ്മകൾ, ഇങ്ങനെ പല ഫാക്ടേഴ്സ് മൂലം ആളുകൾ ചിലപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ ആശ്രയിക്കുന്നതായിട്ടുണ്ടാവും. സോ എനിവേ ഇന്ത്യയിൽ ഭൂരിഭാഗം ആൾക്കാരും ആശ്രയിക്കുന്ന പ്രൈവറ്റ് ഹെൽത്ത് കെയർ മേഖലയാണെന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ കാര്യത്തിൽ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇന്ത്യയിൽ കൂടുതലാണ്. എസ്പെഷ്യലി ഹെൽത്ത് കെയർ മേഖലയിൽ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലാണെന്നുള്ള കാര്യം ഓർക്കുക. കാരണം ഇവിടെ കൂടുതലും ഈ പറഞ്ഞ പ്രൈവറ്റ് മേഖലയിലേക്കാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഫീസും കാര്യങ്ങളും നല്ല രീതിയിലാകും. ബട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ തൊട്ടും പറഞ്ഞ രീതിയിലുള്ള കുറേ പോരായ്മകൾ അവിടെ കൃത്യമായിട്ടുണ്ട്. സോ എനിവേ ഈ ഒരു ആർട്ടിക്കിളിനെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഹെൽത്ത് റെഗുലേഷൻസ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഹെൽത്ത് മേഖലയിൽ റെഗുലേഷൻസ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അത് ഈ പറഞ്ഞ ബേസ് ടു ടോപ്പ്, താഴെ തട്ടിലെ ഹോസ്പിറ്റൽസ് ആ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്കുള്ള ഒരു മാറ്റം കൃത്യമായിട്ട് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി കേരളമൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾ ഹെൽത്ത് ടൂറിസം. ഹെൽത്ത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രാജ്യത്തു നിന്നും ആൾക്കാർ ഇന്ത്യയിൽ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ബട്ട് അവരിവിടെ വരുമ്പോഴേക്കും മതിയായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവർ ഇനി ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരത്തുമില്ല. അത് മാത്രമല്ല അവർക്ക് പരിചയക്കാരുണ്ടെങ്കിൽ അങ്ങനെ സജഷനും വരത്തില്ല. സോ ആ ഒരു സിറ്റുവേഷൻ മറികടക്കണം. കാരണം നമുക്കിപ്പോൾ GDP-യുടെ മീൻസ് ഈ പറഞ്ഞ നമ്മുടെ നാഷണൽ ഇൻകത്തിനെ വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ഈ പറഞ്ഞ ഇവിടെ എക്കണോമി വളരണമെങ്കിൽ നമുക്ക് മറ്റു പല മാർഗ്ഗങ്ങളിലൂടെയും വരുമാനം കണ്ടെത്തേണ്ടതുണ്ട്. അതിനകത്തൊരു പോയിന്റാണ് ഈ ഒരു ഹെൽത്ത് ടൂറിസം. സോ അതൊക്കെ ബെറ്റർമെന്റ് കൊണ്ടുവരാനായിട്ട് ഇന്ത്യക്ക് ആ ഒരു ഹെൽത്ത് മേഖലയിൽ റെഗുലേഷൻസിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും എന്നാണ് പറയുന്നത്. കാരണം നിലവിൽ അറിയപ്പെടുന്നത്
ഇപ്പം ഒരു സിംഗിൾ ഡോക്ടർ ക്ലിനിക്കാന്ന് വിചാരിക്കാം. ആ ക്ലിനിക്ക് ഒരു സെക്കൻഡറി ലെവൽ ഹോസ്പിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ അത് പിന്നീട് ഈ പറഞ്ഞ പോലെ ടെർഷ്യറി ലെവൽ ഹോസ്പിറ്റൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 50 റെഗുലേഷൻസ് ആണുള്ളതെന്ന് പറയുന്നത്. ഓരോ സെക്ടറിൽ നിന്ന് മറ്റൊരു സെക്ടറിലേക്ക് മാറുമ്പോഴേക്കും അതിന്റെ പരിശോധനകളും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. 50ഓളം റെഗുലേഷൻസ് ആണ് ബേസിക്കലി അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രത്തോളം റെഗുലേഷൻസ് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇതിനകത്ത് നടപടികളിൽ ഒരുപാട് ടൈം എടുക്കുകയും ഹോസ്പിറ്റൽസിന്റെ ആ ഒരു പടിപടിയായിട്ട് നമുക്ക് ഉയർത്താനായിട്ടുള്ള ലിമിറ്റേഷൻസിലേക്ക് ഇത് നയിക്കും. ഒരുപാട് ടൈം എടുക്കുമെന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ആ ഒരു ഹോസ്പിറ്റൽ മേഖലയിലെ ഈ പറഞ്ഞ പോലെ അപ്ഡേഷൻസ് നടക്കാതെ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ അത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾ വിശദമായിട്ട് പറയുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ആദ്യം ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കംപ്രൈസസ് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ ഡിവൈസസ്, ക്ലിനിക്കൽ ട്രയൽസ്, ഔട്ട്സോഴ്സിംഗ്, ടെലിമെഡിസിൻ, മെഡിക്കൽ ടൂറിസം, ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ആൻഡ് ഇന്ത്യസ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഇസ് കാറ്റഗറൈസ് ഇൻ ടു മേജർ കമ്പോണൻസ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞാണ് ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സെക്ടർ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് പബ്ലിക്കും പ്രൈവറ്റും. അതിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രൈവറ്റ് ഹെൽത്ത് കെയർ മേഖലയിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. കാരണം മതിയായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഇപ്പുറത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഇല്ലാത്തതാണ് മെയിൻ ആയിട്ട് പ്രശ്നങ്ങൾ. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ മേജർ ചാലഞ്ചസ് എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സെക്ടർ നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ അവൈലബിലിറ്റി ആണ്. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. സോ അത് ഈ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോഴേക്കും അഡിക്വേറ്റ്ലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫുൾ ടൈം ഡോക്ടേഴ്സിന്റെ ഒക്കെ തന്നെ അവൈലബിലിറ്റിയുടെ പ്രശ്നവും അതിനകത്ത് നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും. പിന്നെ ലോ പേ സ്കെയിൽ, ആശുപത്രികളിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ജീവനക്കാരുടെ വരുമാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആ കുറവ് കാരണം ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നില്ല, ജോലിക്കായിട്ട് വരുന്നില്ല. സോ മറ്റൊരു മെയിൻ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ട്രെയിൻഡും എഫിഷ്യന്റ് ആയിട്ടുള്ള മാൻ പവറിന്റെ ഷോർട്ടേജസ്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡോക്ടർ ടു പേഷ്യന്റ് റേഷ്യോ നോക്കിയും ഇന്ത്യയുടെ കാര്യത്തിൽ വളരെ ലോ ആണ്. നിയർലി 0.7 ഡോക്ടർ പെർ 1000 പീപ്പിൾ. 1000 പേർക്ക് 0.7 ഡോക്ടർ എന്നുള്ളതാണ് ഇന്ത്യയിലെ കണക്കുകൾ. പക്ഷേ WHO പറഞ്ഞിരിക്കുന്നത് 1000 പേർക്ക് 2.5 ഡോക്ടർ, 2.5 ഡോക്ടേഴ്സ് അതായിരിക്കണം നമ്മുടെ ലെവൽ എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു അടുത്ത് നമ്മുടെ ലെവലിലേക്ക് വന്നിട്ടില്ല. നമ്മുടെ ലെവൽ 0.7 ഡോക്ടേഴ്സ് പെർ 1000 പീപ്പിൾ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും രോഗികൾക്ക് ഒരുപാട് നേരം ഈ പറഞ്ഞ ഡോക്ടറിനെ കാണാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥകൾ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കാണാറില്ല. അതിന്റെ കാര്യം ഇതാണ്, മതിയായിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ലാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ദെൻ ഡോക്ടേഴ്സ്, നേഴ്സസ്, പാരാമെഡിക്കൽസ്, പ്രൈമറി ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇവരുടെയൊക്കെ അഭാവം കൃത്യമായിട്ട് നമ്മുടെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള മാൻ പവറിന്റെ അഭാവം നമ്മുടെ ഹെൽത്ത് കെയർ മേഖല കൃത്യമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യയിൽ നമ്മൾ കണ്ടു കൂടുതൽ ആൾക്കാരും ആശ്രയിക്കുന്ന എവിടെ തന്നെയാണ്, പ്രൈവറ്റ് ഹെൽത്ത് കെയർ മേഖലയിലാണ്. സോ പ്രൈവറ്റ് ഹെൽത്ത് കെയർ മേഖല ഒബ്വിയസ്ലി ഇതിനുള്ള ഫീസ് ഉണ്ടാവും. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന് അത്രയും ഫീസ് ആയിരിക്കത്തില്ല അവിടെ ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലാണ് ഹെൽത്ത് കെയർ മേഖലയിൽ. അതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പെനിട്രേഷൻ ഇന്ത്യയിൽ വളരെ കുറവാണ്. സോ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പെനിട്രേഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ ഓരോ അസുഖങ്ങൾക്കും ഈ പറഞ്ഞ പോലെ കയ്യിൽ നിന്ന് ഉള്ള സേവിങ്സിൽ നിന്ന് തന്നെയായിട്ട് കാശെടുത്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. സോ അങ്ങനെ കൊണ്ടാണ് പലപ്പോഴും ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ ഒരുപാട് സ്പെൻഡിങ് വരുന്ന കാരണം പോവർട്ടി സ്റ്റിൽ ആ ഒരു കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ദെൻ ഡിസീസ് ബർഡന്റെ കേസും വളരെ കൂടുതലാണ്. എസ്പെഷ്യലി നമ്മൾ ഇന്നലെ ട്യൂബർകുലോസിന്റെ കാര്യം ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഓരോ ദിവസം ഈ പറഞ്ഞ പോലെ 1400 പേര് TB ബാധിച്ച് മരണമടയുന്നുണ്ട് ഇന്ത്യയിൽ അപ്രോക്സിമേറ്റ്ലി നോക്കുവാണെങ്കിൽ. സോ നോക്കുമ്പോൾ ഇന്ത്യയിൽ ആ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഹൈ പ്രിവലൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഡയഗ്നോസ്റ്റിക് സർവീസസിന്റെ അഭാവം, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് സർവീസസുകൾ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഇപ്പം ഈ ഒരു ട്യൂബർകുലോസിന്റെ ആണെങ്കിൽ നമുക്കറിയാം ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന അസുഖം തന്നെയാണ് ട്യൂബർകുലോസിസ്. ബട്ട് അത് തുടക്കത്തിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റാതെ വരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഡയഗ്നോസ്റ്റിക് സർവീസസ് വളരെ കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അത് ട്യൂബർകുലോസിന് മാത്രമല്ല മറ്റു പല അസുഖങ്ങളുടെ കാര്യത്തിലും ആ ഒരു ഇനീഷ്യൽ ഡയഗ്നോസ്റ്റിക്സ് നടക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ ഇന്ത്യയിൽ വളരെ വളരെ കുറവാണ്. ഓക്കെ. ദെൻ ഇതിനെ മറികടക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പബ്ലിക് സ്പെൻഡിങ് വർദ്ധിപ്പിക്കുക. കാര്യം നമ്മൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഏകദേശം 1 വീക്ക് ബിഫോർ ആണ് ഇന്ത്യയുടെയും ചൈനയുടെയും എക്സ്പെൻഡിച്ചർ കമ്പയർ ചെയ്തൊരു ഡേറ്റ നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പർ വന്ന് കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കണ്ടതാണ് എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയാണ് ചൈനയേക്കാൾ കൂടുതൽ ഇന്ത്യയാണ് എക്സ്പെൻഡിച്ചർ ഓവറോൾ എല്ലാ മേഖലയിലേക്കുള്ള എക്സ്പെൻഡിച്ചർ നോക്കുവാണെങ്കിൽ ഇന്ത്യയാണ് കൂടുതൽ. പക്ഷേ ഇവിടെ നമ്മൾ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ പബ്ലിക് എക്സ്പെൻഡിച്ചർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ. എന്നാൽ ചൈനയിലൊക്കെ ഏറ്റവും കൂടുതൽ അവരുടെ മൊത്തം എക്സ്പെൻഡിച്ചർ നല്ലൊരു ശതമാനം ഏത് തന്നെയാണ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ് വരുന്നത്. സോ ഇവിടെ അപ്പോൾ നമ്മൾ പറയുവാണ് ഇന്ത്യയിലാണ് നോക്കുവാണെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ വളരെ കുറവാണ്, താരതമ്യേന കൂടി നിൽക്കുന്നത് പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. സോ ഇത് ഹെൽത്ത് കെയർ മേഖലയിൽ നിലവിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ടോട്ടൽ നമ്മുടെ GDP-യുടെ അപ്രോക്സിമേറ്റ്ലി 3% ആണ്. ബട്ട് നമ്മൾ നോക്കാം മറ്റ് രാജ്യങ്ങൾ ബ്രിക്സിലാണെങ്കിൽ, ഇപ്പം ബ്രിക്സ് എന്ന് പറയുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്കയാണ്. സോ ഈ രാജ്യങ്ങളിൽ തന്നെ ബ്രസീൽ സ്പെൻഡ് ചെയ്യുന്നത് 9.2% ആണ്. സൗത്ത് ആഫ്രിക്ക ആയിക്കോട്ടെ 8.1%, റഷ്യ 5.3%, ചൈന 5%. നമ്മൾ മാത്രമാണ് അപ്രോക്സിമേറ്റ്ലി 3% സ്പെൻഡ് ചെയ്യുന്നത്. സോ ബ്രിക്സ് രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് ഹോസ്പിറ്റൽ മേഖലയിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യയാണെന്നുള്ള കാര്യം ഓർക്കുക. അത് മാറണം. അത് മാറിയെങ്കിലുള്ളൂ നമ്മൾ ഹെൽത്ത് കെയർ മേഖലയിൽ മുന്നോട്ട് വരാനായിട്ടും പറ്റത്തുള്ളൂ, രാജ്യത്തിന്റെ ഡെവലപ്മെന്റിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിളിൽ മെയിൻലി ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇഷ്യൂസും അതിനെ എങ്ങനെ കറക്റ്റ്
കട്ട് ചെയ്യുക, മീൻസ് സ്പെൻഡിങ് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ നമ്മൾ ലാസ്റ്റ് മൂന്നാമത്തെ ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇത് ബേസിക്കലി യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. കോപ്പറേഷൻ വിത്ത് ഇന്ത്യ ടു സി മെനിഫോൾഡ് ഇൻക്രീസ് സെയ്സ് നോർവേജിയൻ അംബാസിഡർ എന്നുള്ളതാണ് ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ പറ്റുന്നത്. സോ ഈ ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ഇന്ത്യ ആൻഡ് 4 നേഷൻ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. അപ്പോൾ ഈ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനകത്ത് 4 രാജ്യങ്ങളാണുള്ളത്. അതിനോടൊപ്പം ഇന്ത്യയാണ് ഇപ്പം ചേരാനായിട്ട് പോകുന്നത്. ഇറ്റ്സ് ആൻ ഇന്റർ ഗവൺമെന്റൽ ഗ്രൂപ്പിംഗ് ഓഫ് ഐസ്ലാൻഡ്, ഇറ്റ്സ് ആൻ ഇന്റർ ഗവൺമെന്റൽ ഗ്രൂപ്പിംഗ് ഓഫ് ഐസ്ലാൻഡ്, ലിച്ചസ്റ്റീൻ, നോർവേ ആൻഡ് സ്വീഡൻ. ഓക്കെ, ഏതൊക്കെയാണ് 4 രാജ്യങ്ങൾ? ഐസ്ലാൻഡ്, ലിച്ചസ്റ്റീൻ, നോർവേ ആൻഡ് സ്വീഡൻ. സ്വിറ്റ്സർലൻഡ് ഹാവ് സൈൻഡ് എ ട്രേഡ് പാക്ട് ദാറ്റ് വിൽ സീ ദ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ countries committing to invest $100 billion in India and aiming to generate 10 lakh jobs over a 15-year period in exchange of tariff concession for their pharma, chemical products and minerals among other items. അതായത് ഇത് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ആണ്. ഈ ഒരു അസോസിയേഷൻ ഇപ്പോൾ ഇന്ത്യ ഭാഗമായി ഈ 4 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഇപ്പം കരാറുണ്ട്. അതിലൂടെ ഈ പറഞ്ഞ പോലെ ഏതൊക്കെയാണ് 4 രാജ്യം? ഐസ്ലൻഡ്, ലിച്ചസ്റ്റീൻ, നോർവേ ആൻഡ് സ്വിറ്റ്സർലൻഡ് ആണ്. ഈ 4 രാജ്യങ്ങൾ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏകദേശം ഈ പറഞ്ഞ പോലെ $100 ബില്യൺ ഫണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അതിലൂടെ ഏകദേശം 10 ലക്ഷം ജോലികളാണ് നമ്മളിവിടെ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓവർ എ പീരീഡ് ഓഫ് 15 ഇയേഴ്സ് കൊണ്ടായിരിക്കും 10 ലക്ഷം ജോലികൾ ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ബട്ട് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു 4 രാജ്യങ്ങൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതിന് കൃത്യമായിട്ടും അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകണം. ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട് അവരോട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സർട്ടൺ എമൗണ്ട് ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും അവർക്ക് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ അത് ഏതൊക്കെ മേഖലയിലാണ് ഇവർ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് താരിഫ് കൺസെഷൻസ് ആണ് മെയിൻലി ആവശ്യപ്പെടുന്നത്. ഏതൊക്കെ മേഖലയിലാണ്? ഫാർമസ്യൂട്ടിക്കൽ മേഖല, കെമിക്കൽ പ്രോഡക്ട്സ് ആൻഡ് മിനറൽസ്. കാരണം ഈ രാജ്യങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ട അവരുടെ ഉൽപ്പാദനം നടക്കുന്ന ഈ മേഖലയിലാണ്. ഫാർമ, കെമിക്കൽ പ്രോഡക്ട്സ് ആൻഡ് മിനറൽസ് ആണ്. അതുകൊണ്ടാണ് അവിടെ പ്രൊഡ്യൂസ് സാധനം അവർക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതിലൊരു ഉദ്ദേശം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിവേ ഓർക്കണം, റീസെന്റ് സീൻ ന്യൂസ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് ചോദിക്കാം. അതിൽ ഇന്ത്യ ഉണ്ടെങ്കിൽ ഇന്ത്യയും ഓപ്ഷനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെലക്ട് ചെയ്യണം. ബിക്കോസ് ഇന്ത്യ, ഐസ്ലാൻഡ്, ലിച്ചസ്റ്റീൻ, നോർവേ ആൻഡ് സ്വിറ്റ്സർലൻഡും കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യ ആൻഡ് 4 നേഷൻ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുന്ന ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുള്ളത്. മെയിൻലി ആ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ അതൊന്ന് ബേസിക്കലി നോക്കി വെച്ചാൽ മതി. ദെൻ നമുക്ക് ചോദ്യം അത് തന്നെയായിട്ട് ബന്ധപ്പെട്ടാണ്. വിത്ത് റെഫറൻസ് ടു യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ റീജിയണൽ ട്രേഡ് ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ, ജർമ്മനി ഈസ് എ മെമ്പർ കൺട്രി ഓഫ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ആൻഡ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കമ്പനീസ് ആർ വേൾഡ് ലീഡേഴ്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽസ്. ഈ 3 സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് വായിച്ചു നിങ്ങൾക്ക് ആർട്ടിക്കിൾ കേട്ട് കഴിയുമ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചിട്ട് ഈ 4 ഓപ്ഷൻസിനകത്ത് ABCD 4 ഓപ്ഷനകത്ത് ഏതാണ് കറക്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.